നാഫിയെ, പി വി അൻവറിൻ്റെ അറസ്റ്റിനെ ഇനി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പി വി അൻവറിൻ്റെ അറസ്റ്റ് തീർത്തും ഒരു രാഷ്ട്രീയ പകപോക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ ഞാൻ അങ്ങനെ പറയാനുണ്ടായ കാരണം? പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ പി വി അൻവർ ഇടതുപക്ഷത്തിന് വളരെ നല്ല ആളായിരുന്നു. പി വി അൻവർ നേരത്തെ ഒരുപാട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഈ തടയണയും പ്രകൃതി ചൂഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അവരെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച് MLA ആയപ്പോൾ വളരെ നല്ല ആളായിരുന്നു. പിണറായി വിജയൻ്റെയും CPMൻ്റെയും കേരള പോലീസിൻ്റെയും മുസ്ലിം വിരുദ്ധതയും RSS ബന്ധവും പി വി അൻവർ തുറന്നു പറഞ്ഞത് മുതൽ പി വി അൻവർ ശത്രുവായി മാറി. ഈ സമീപകാലത്ത് കേരളത്തിലുണ്ടായ വലിയ കോളിളക്കം സൃഷ്ടിച്ച അത്തരം പ്രസ്താവനകൾ CPMനെ ശത്രുപക്ഷത്താക്കി. അത് ആ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി വി അൻവറിൻ്റെ പേരിലുള്ള ഈ കേസും ഈ അറസ്റ്റും ഒക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അൻവർ UDF പോകാൻ സാധ്യത എന്ന് കേൾക്കുന്നുണ്ട്. സാധ്യത അത് അൻവറിൻ്റെതൊരു ആത്മഹത്യാപരമായ തീരുമാനമാവാൻ സാധ്യതയല്ലേ? പി വി അൻവറിൻ്റെ UDF പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, പി വി അൻവർ UDF പോകുന്നു എന്ന് പി വി അൻവർ ഇതുവരെ പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF നേതാക്കന്മാരാരും ഞങ്ങളിലേക്ക് പി വി അൻവർ വരും, ഞങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്തതാണ് കാരണം എന്നുള്ളതാണ്. പി വി അൻവർ UDF പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒരു MLA ഒക്കെ ആവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നെങ്കിൽ മാത്രമേ ഒരു MLA ഒക്കെ ആവാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ അവസാനം ഉണ്ടായ ചേലക്കരയിലുള്ള അനുഭവത്തിലൂടെയൊക്കെ പി വി അൻവറിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പി വി അൻവർ അത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പാണക്കാടും കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലുമൊക്കെ പി വി അൻവർ സന്ദർശിച്ചതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ആ വാർത്താ സമ്മേളനമൊക്കെ കാണുമ്പോൾ പിന്നെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പി വി അൻവർ തൊട്ട് ബേക്കിൽ നിൽക്കുന്നതൊക്കെ കാണുമ്പം വല്ലാത്ത സങ്കടം തോന്നും. അങ്ങനെ ഒരു പാവത്താനായിട്ട് പി വി അൻവർ നമ്മളെവിടെയും കണ്ടിട്ടില്ല. ഏതായാലും വിഷയത്തിലേക്ക് വരിക. പി വി അൻവർ ഇടതുപക്ഷവുമായി തെറ്റുന്നത് മുസ്ലിം വിരുദ്ധ നിലപാടുകളും കേരള പോലീസ്, അതായത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ കേരള പോലീസും RSSുമുള്ള രഹസ്യ ഭാണ്ഡവും പരസ്യ ഭാണ്ഡവും ഒക്കെ അതിലൊക്കെ പ്രതിഷേധിച്ചിട്ടാണ് LDF വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും UDF പോകുമ്പോൾ ആ കാരണം കൊണ്ടായിരിക്കുമല്ലോ UDFൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ പി വി അൻവർ തീരുമാനിക്കുന്നത്. ഇതിലൊരു ആത്മാർത്ഥത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം ഒരു RSS അല്ല ഹിന്ദുത്വ നയനിലപാടുകൾക്കൊപ്പമാണ് വർഗീയ വിഭജനം ഉണ്ടാക്കി ഹിന്ദുത്വത്തിന് സഹായകമാകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. പി വി അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതും അതിന് പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതൊക്കെയാണ്. എന്നാൽ മറുഭാഗത്തൊക്കെ നോക്കുമ്പോൾ UDF പോകുന്നത്. UDFൻ്റെ നാളിതുവരെയുള്ള ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ LDFക്കാളും അങ്ങേപ്പുറമാണ് UDF RSS അനുകൂല നിലപാടുകളുടെ കാര്യത്തിൽ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സഹിതം ഞാൻ എനിക്ക് മനസ്സിലാക്കി തരാം. ഒന്ന്, 2005 തിരുവനന്തപുരത്ത് MG കോളേജിൽ ഒരു CI ആയിരുന്ന മോഹനൻ നായരാണെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയിൽ. മോഹനൻ നായർക്കെതിരെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചൊരു കേസുണ്ടായിരുന്നു. നമുക്കറിയില്ലേ, നമ്മളെ നാട്ടിലൊക്കെ ഒരു ഒറ്റ സംഗതി ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഒരു മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽപ്പെട്ട SSFO SKSSFO അതല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, മുജാഹിദിൻ്റെതോ ആരെങ്കിലും ആവട്ടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു ബോംബെറിഞ്ഞാൽ ഉണ്ടാകുന്ന പുകിലെന്തായിരിക്കും ഇവിടെ? ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. പുകിലെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ മുഴുവൻ സമ്മേളനം നടത്തും. മുജാഹിദ് പ്രസ്ഥാനം എന്താ പറയുക, ഞങ്ങളിൽ പെട്ടവനല്ല ഇവർ എന്ന് സമ്മേളനം നടത്തി പറയുക. പിന്നെ ശ്രീധരൻ പിള്ളനെ പോലുള്ള മൗലാന ശ്രീധരൻ പിള്ള പോലെയുള്ള ആളുകളെയൊക്കെ സമ്മേളനത്തിലേക്ക് വിളിച്ചിരുത്തിയിട്ട് അവർ പ്രഖ്യാപിക്കും ഞങ്ങൾ പെട്ടവനല്ല. ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ കുറേ ചോരയൊക്കെ സംഘടിപ്പിച്ച് രക്തമൊക്കെ കൊണ്ട് ഈ ബോംബേർ കിട്ടിയ ആളെ വീട്ടിലേക്കൊക്കെ അങ്ങനെ പോയി കണ്ടിരുന്നു. ഇവിടുത്തെ സുന്നി സംഘടനകൾ അവർ പെട്ടെന്ന് തന്നെ സമ്മേളനങ്ങൾ നടത്തിയിട്ട്
അതിനെ അപലപിക്കും, വാർത്താ സമ്മേളനങ്ങൾ നടത്തും, അപലപിക്കും, അതിൻ്റെ ഖേദം പ്രകടിപ്പിക്കും ഒക്കെ ചെയ്യും. എന്നാൽ ABVP എന്ന് പറയുന്ന സംഘടനയുടെ 28 പ്രവർത്തകർ പ്രതിയാക്കപ്പെട്ട ഈ CIA ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒരു ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരും ഞെട്ടിയിട്ടില്ല. മാധ്യമങ്ങളിൽ അത് പ്രകമ്പനം കൊള്ളിക്കുന്ന ചർച്ച നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നും തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ കേസിൻ്റെ പിന്നീടുണ്ടായ അവസ്ഥ എന്താ നമ്മൾ പരിശോധിച്ചാൽ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഈ കേസ് നടക്കുന്നത്. ഈ ആദർശ് എന്ന് പറയുന്ന ഈ കേസിലെ 17-ാം പ്രതിക്ക് കേരള പോലീസിൽ ജോലി കിട്ടുന്നതിന് ഈ ക്രിമിനൽ കേസ് ഒരു തടസ്സമാകുമെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് ഈ കേസ് പിൻവലിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു CIയെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആ CIക്ക് 1 വർഷം അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് മാറിക്കേണ്ടി വന്നു ഈ ബോംബേറിൽ പരിക്ക് പറ്റിയിട്ട്. അതിൽ SIമാർ ഉൾപ്പെടെയുള്ള മറ്റു പോലീസുകാർക്കും പരിക്കുണ്ട്. ഇത്തരം വലിയൊരു കേസ് അതിലൊരു പ്രതി RSSകാരനായ ഒരു പ്രതിക്ക് ജോലിക്ക് തടസ്സമാകുമെന്ന് പറഞ്ഞിട്ട് UDF ഗവൺമെൻറ് ഇത് പിൻവലിച്ചു കൊടുക്കുക. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? PV അൻവർ പോകാൻ പോകുന്ന UDF സംവിധാനത്തിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ഒരു രീതി ഇതാണ്. ഇനി നമുക്കറിയാം, കേരളത്തിൽ രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഇപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളൊക്കെ വിമർശനം ഉന്നയിക്കുന്ന രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന സിറാജുന്നീസ എന്ന് പറയുന്ന പാലക്കാട്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ 9 വയസ്സുകാരിയാണെന്ന് എൻ്റെ ഓർമ്മ, 9 വയസ്സുകാരിയായിട്ടുള്ള ആ പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട അദ്ദേഹം ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡീസ് അങ്ങനെ എന്തോ ആണ് അയാൾ ആക്രോശിച്ചതെന്ന് അത് കലക്ട്രേറ്റിൽ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ കേട്ടു. അവരത് പൊതുസമൂഹത്തോട് പറഞ്ഞു. ഇങ്ങനെ സിറാജുന്നീസയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട രമൺ ശ്രീവാസ്തവ UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അദ്ദേഹം DGP ആകുന്നത്. ഇപ്പം പോലീസിൻ്റെ ഉപദേശകന് പിണറായി വിജയൻ്റെ കാലത്ത് പോലീസിൻ്റെ ഉപദേശകനായി മാറുമ്പോൾ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്ന UDF ആണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് DGP ആക്കുന്നത്. ഇങ്ങനെ RSSനോട് ഒപ്പം സഞ്ചരിക്കുകയും RSSന് വേണ്ടിയ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയും ചെയ്ത ഇന്ത്യ രാജ്യത്തൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തരാതരത്തിന് രൂപം മാറുന്ന ആളുകൾ നമുക്കറിയാം. ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ, പൂണൂല് കാണിച്ചുകൊണ്ട് ഞാൻ പൂണൂലിട്ട ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ബാബരി മസ്ജിദ് ഇന്ത്യയുടെ ആവശ്യമാണ് എന്ന് ഇന്ത്യ രാജ്യത്ത് മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കല്ലേ മുസ്ലിം സമുദായത്തിൻ്റെ 450 വർഷക്കാലം സുജൂദ് ചെയ്ത് ഒരു പള്ളി തകർക്കപ്പെടുമ്പോൾ ആ പള്ളി പുനർനിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല ആ തകർക്കപ്പെട്ടത് ശരിവെച്ച് കൊടുക്കുമ്പോൾ ഇതിനോടൊപ്പം ആ നിലപാടിനോടൊപ്പമാണ് UDF സഞ്ചരിക്കുന്നത്. എല്ലാ തരത്തിലും നമുക്ക് UDFൻ്റെ പല നേതാക്കന്മാരും, ഞാൻ ആളുകളുടെ പേരെടുത്തൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, UDFൻ്റെ പല നേതാക്കന്മാരും അതിന് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് പാണക്കാട് തങ്ങൾ വരെ അത് മതേതര പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ RSSൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ തൊഗാഡിയക്കെതിരെ എടുത്ത കേസുകളുണ്ടായിരുന്നു. മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്ന തൊഗാഡിയ കേരളത്തിൽ വന്നുകൊണ്ട് വർഗീയ വിഷം ചീറ്റി പ്രസംഗിച്ചപ്പോൾ മാറാട് 2 കലാപത്തിന് ശേഷം ഒരു സമുദായത്തിലുള്ള ആളുകൾക്ക് മാത്രം അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അന്നപ്പോൾ ഈ തൊഗാഡിയ പ്രസംഗിച്ച പ്രസംഗത്തിനെതിരെ എടുത്ത കേസ് പോലും കേരളത്തിൽ പിൻവലിച്ചു കൊടുത്തത് UDF ഗവൺമെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ RSSനെയും ഹിന്ദുത്വ വർഗീയ RSSൻ്റെ സംഘപരിവാര ശക്തികൾക്കും പ്രസംഗിക്കാനും അവർക്ക് തുറന്ന് പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം കേരളത്തിലടക്കം ഉണ്ടാക്കി കൊടുത്ത ഒരു മുന്നണിയാണ് UDF മുന്നണി എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ആ UDF മുന്നണിയുടെ ഭാഗമായിട്ടാണ് PV അൻവർ ഇപ്പോൾ LDFൻ്റെ മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ RSS ബന്ധം തുറന്നു കാട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് എന്നുള്ളത് ആത്മഹത്യാപരമാണ് നാം വിശ്വസിക്കുന്നത്. അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല, അതിൽ അധികാര രാഷ്ട്രീയം മാത്രമാണ് ലക്ഷ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.